പറ്റി വേദ? ആരാ അവരൊക്കെ? എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല അമൂല്യ. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അയച്ചതാന്ന് അവര് പറഞ്ഞു. ഐ ഡോണ്ട് നോ വാട്ട്സ് റോങ്. ആര്യ സാറിന്റെ കൂടെ ഞാൻ അവരെയൊക്കെ കണ്ടായിരുന്നു. ആര്യ സാർ പോന്ന് പറഞ്ഞാലും പോകുന്നില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേർക്കും ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ? ഹലോ സർ, വേദാന്ത് സാറും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടും സേഫാണ്. ഗേൾഫ്രണ്ടോ? ആ ശരി ശരി, അവരെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണം. ജയൻ, എന്താ ഇതൊക്കെ? എന്താ പ്രശ്നം? അനു മാഡം, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. പറയൂ സർ. വേദാന്ത് മേനോന്റെ ഭാഗത്തു നിന്ന് നാളെ ആരൊക്കെയാ വരുന്നതെന്നും അവരുടെ എല്ലാം ഡീറ്റെയിൽസും വേണം. എന്ന് വെച്ചാൽ ഫോട്ടോ, ID കാർഡ്, ആധാർ കാർഡ് ഇതെല്ലാം കളക്ട് ചെയ്തിരിക്കണം. ആർക്കും ഒരു തരത്തിലും സംശയം തോന്നാൻ വഴി കൊടുക്കാതെ സൂക്ഷിച്ചിരിക്കണം. പറഞ്ഞത് മനസ്സിലായല്ലോ? യെസ് സർ, ഞാനിപ്പോ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ആ ജയൻ, ഞാൻ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ നിന്റെ പുറത്തുള്ള കണ്ണുകൾ വെയിറ്റ് ചെയ്യുന്നില്ല. വേദാന്ത് മേനോൻ പിന്നെ ആര്യവർദ്ധൻ ഇവര് രണ്ടുപേരും ചതുർത്ഥി ആഘോഷിക്കുകയാണെന്നാണ് ന്യൂസ് വൈറലായിരിക്കുന്നു. സോ വാട്ട്? അതിനെന്താ പ്രശ്നം? ആരുടെയൊക്കെ കണ്ണ് ആരുടെ മേലൊക്കെയാണുള്ളതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ജനറൽ ഹോസ്പിറ്റലിൽ നിന്നൊന്നും പുറത്തു വന്ന് നടക്കാനൊക്കെ ഉള്ള അവസ്ഥയിലായി എന്നാണ് ഇപ്പോൾ കേട്ടത്. നമ്മളെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടെന്നും ഒരു ഇൻഫർമേഷനുണ്ട്. ഇനി ജലന്ധറാണോ ഫോളോ ചെയ്യുന്നത്, അവൻ്റെ ആൾക്കാരാണോ ഫോളോ ചെയ്യുന്നത്, ഇനി വേറെ ആരെങ്കിലും ആണോ ഫോളോ ചെയ്യുന്നതെന്ന് പോലും യാതൊരു പിടിയുമില്ല. പിന്നെ വേദാന്ത് മേനോനും നല്ല ശക്തരായ എതിരാളികളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റി ഒന്ന് ശക്തമാക്കാമെന്നാണ്. ജയൻ, നമ്മൾ ഇതിന്റെ ഇടയിലൊക്കെയല്ലേ ജീവിച്ചത്. ഇപ്പൊ നമ്മൾ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അവരെല്ലാ വർഷവും ചതുർത്ഥി ഏതൊക്കെ രീതിയിലാണോ ആഘോഷിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഈ വർഷവും ആഘോഷിക്കണം. അവരുടെ കുടുംബക്കാരുടെ മുഖത്ത് സന്തോഷം മാത്രം കാണണം. ഒരു തരത്തിലും ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം ഒരാൾ പോലും അറിയാത്ത രീതിയിൽ തന്നെ നമ്മൾ നോക്കണം ചെയ്യാം. അനു മേഡത്തിനോട് എന്തു പറയും? ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. ഈ ഒരു വിഷയം വേറെ ആരുടെ അടുത്തും ചർച്ച ചെയ്യില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. ഹലോ. ഹലോ അമ്മു, ഞാൻ അനുവാ സംസാരിക്കുന്നേ. പറയൂ അനു. അമ്മു, നമ്മുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് വേണമായിരുന്നു. ജെയിൻ സാർ ചോദിക്കാൻ പറഞ്ഞിരിക്കുക. അതെന്തിനാ? എന്തിനാ എന്നൊന്നും എനിക്കറിയില്ല. സെക്യൂരിറ്റി ജെയിൻ സാറിന്റെ ചുമതലയല്ലേ, അതിനുവേണ്ടിയാ ചോദിക്കുന്നത്. എനിക്ക് എല്ലാ ഡീറ്റെയിൽസും രാത്രിക്കുള്ളിൽ അയച്ചു തരാമോ? ശരി, ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് അയച്ചു തരാം.
നീ വീട്ടിലേക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടുവിടാം. നമ്മുടെ സംശയം സത്യ വേദാന്ത്. ജയൻ സാറ് വെന്യൂലേക്ക് വരുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടത്രേ. സംതിങ് ഈസ് റോങ് ഫോർ ഷുവർ. ആര്യ സാറിനാവട്ടെ അവരുടെ വീട്ടുകാർക്കാവട്ടെ ഒരു പ്രശ്നങ്ങളും വരാതെ നമ്മൾ നോക്കിയിരിക്കണം. അതിപ്പോ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്താ ഇത് വേദാന്ത്, ഇങ്ങനെ ഒരു സമയത്തും ടെൻഷൻ അടിച്ചിരിക്കേണ്ട അവസ്ഥയാണല്ലോ. ഡോൺ വറി അമൂല്യ, ഞാൻ നോക്കിക്കോളാം. സർ നിൽക്കൂ, ജസ്റ്റ് 1 മിനിറ്റ്. ഹേ വാട്ട്സ് ദിസ്? ഞങ്ങളും ചെക്ക് ചെയ്യണം. നമ്മള് ഫാമിലി അല്ലേ? അതെ മോളെ, ഈ പ്രോസസ് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. ഇത് സെക്യൂരിറ്റി റീസൺസിനാണ്. ഓഫ് കോഴ്സ് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാൻ മോളെ. മേനോൻ കുടുംബം ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട്, തുടങ്ങിക്കോ. ചേട്ടാ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് എ കീ ചെയിൻ. ഐ യൂഷ്വലി കീപ് ഇറ്റ് വിത്ത് മീ. ഇറ്റ്സ് ഓക്കെ സർ, നിങ്ങൾ അത് എൻ്റെ അടുത്ത് തന്നേരെ, പോകുമ്പോൾ തിരിച്ചു വാങ്ങിക്കോളൂ. അല്ല, അത് വേദാന്ത് എപ്പോഴും... ഇറ്റ്സ് ഓക്കെ സിദ്ധാർത്ഥ്, ഞാൻ പോകുമ്പോൾ കളക്ട് ചെയ്യാം. താങ്ക് യു. ആ കീച്ചനിങ് തരൂ. വേദാന്തിന്റെ സേഫ്റ്റിക്ക് ഇത് അവരുടെ അടുത്ത് തന്നെ ഉള്ളതാണ് നല്ലത്. സോറി മാഡം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്തല്ലേ പറ്റും. സുഹാസിനി, അവർക്ക് അവരുടെ ജോലി ചെയ്യണ്ടേ? ഇത്രയൊക്കെ സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ടോ? ഇതൊരു ഫാമിലി ഫംഗ്ഷനാ, ഒരു പൂജയാ നടക്കുന്നത്. അത് വേദാന്തിന് അറിയില്ലേ? അവൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു പുറകിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമോ? വേദാന്തിനെ പറ്റിയൊന്നും എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അയ്യോ, ഞാൻ വരുന്നില്ലേ? ഹൈക്കമാൻഡിന്റെ ഓർഡർ ഫോളോ ചെയ്തല്ലേ പറ്റൂ. ബന്ധുക്കളൊക്കെ എവിടെയാണെന്ന് ഞാൻ നോക്കാം. അല്ലെങ്കിൽ പിന്നെ ചതുർത്ഥിക്ക് പകരം നിങ്ങളുടെ അമ്മയുടെ താണ്ഡവം ഞാൻ കാണേണ്ടി വരും. വേദാന്ത്, ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? ഐ എം സോറി അമ്മേ, ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നത്. അപ്പോഴേക്കും അമ്മ ഉറങ്ങിയിരുന്നു. അതുകൊണ്ട് ഈ കാര്യം എനിക്ക് പറയാൻ പറ്റിയില്ല. എന്ത് കാര്യം? ഇപ്രാവശ്യത്തെ ഗണേശ ചതുർത്ഥി നമ്മൾ ആര്യവർദ്ധൻ ഫാമിലിയുടെ ഒപ്പം ആഘോഷിക്കുന്നെന്ന്. നീ പറഞ്ഞില്ലെങ്കിലും ന്യൂസുകളൊക്കെ എല്ലായിടത്തേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേദാന്ത്. എനിക്കൊരു ഒബ്ജക്ഷനും ഇല്ല. അതുമല്ല, അതിന്റെ ആവശ്യം എന്താ? ഇവരൊക്കെ ആരാന്ന് എനിക്ക് അറിയില്ല എന്നതൊഴിച്ചാൽ ഇവരുടെ കൂടെ ചേർന്ന് ഇത് ആഘോഷിക്കുന്ന കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഇല്ല. ശരി അമ്മേ,
എനിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവാ. നിങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് വരൂ. വാ നമുക്ക് പോകാം. ഇതുവരെയും ഞാൻ എങ്ങും തോറ്റിട്ടില്ല എന്നാ വിചാരിച്ചിരുന്നത്. ഇനി ഞാൻ കൊടുക്കുന്ന ഓരോ അടിയും എനിക്ക് തിരിച്ചു കിട്ടാതെ കെയർഫുൾ ആയിട്ടിരിക്കണം. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചിട്ട് മിണ്ടാതിരിക്കാം. എല്ലാം കറക്റ്റാണ്. എല്ലാം ഓക്കെയാണ് സാർ. പ്രശ്നമൊന്നുമില്ലല്ലോ. ചെക്ക് ചെയ്തിട്ടുണ്ട്. ഏയ് ശിവ, എവിടെയാണ്? ആര്യ സാറിനെ കറക്റ്റ് വിളിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ? വന്നോ? എന്താ നീ നുണ പറയാണോ? അവ സത്യം പറയുന്നത്. ആര്യ സാർ എപ്പോഴാ വന്നത്? അമ്മ വന്നോ? വരുന്നുണ്ട്. നീ എന്തിനാ വെറുതെ പേടിക്കുന്നേ? ഏയ് പേടിയൊന്നുമല്ല. പ്ലാൻ ചെയ്ത പ്രകാരം കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ഒരു ടെൻഷൻ, അത്രേ ഉള്ളൂ. നിങ്ങൾ പെട്ടെന്ന് അകത്തേക്കല്ലേ? എല്ലാം ഓക്കെ അല്ലേ? റിലാക്സ്. എടി മുതുക്കി, ഈ സാനിറ്റൈസറിന്റെ സ്മെല്ല് നന്നായിട്ടുണ്ട്. ഒന്ന് മിണ്ടാതിരിക്കും. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞോണ്ടേയിരിക്കും. ഈ സെക്യൂരിറ്റിക്കാരൊക്കെ വളരെ കൃത്യമായിട്ടാണല്ലോ ജോലി ചെയ്യുന്നേ. അതെ അച്ഛാ. എടാ കാട്ടുപോത്തെ, എന്താ ഇവിടെ കാഴ്ച കാണുവാണോ? നിനക്കെന്താ വേണ്ടേ? ആ, ഞാൻ ഈ ജന്മത്തിൽ ഇവിടെ ഫംഗ്ഷന് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ വന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നീ ചിത്രഗുപ്തന്റെ ഫീമെയിൽ വേർഷൻ ആണോ? ഫീമെയിൽ വേർഷൻ ഒക്കെ പിന്നെ. ഇപ്പോ ചിത്രഗുപ്തന്റെ മെയിൽ വേർഷൻ എന്താണെന്ന് പറ. യമന്റെ അടുത്തും ഒരാളുണ്ടാകും. നിന്നെ പോലെ തന്നെയാ പുള്ളിയുടെ സ്വഭാവം. കണക്കെഴുതുന്നത് അവന്റെ ജോലിയാ. എല്ലാ കാര്യങ്ങളും അവൻ അറിയുകയും വേണം. വായി തോന്നിയത് ഇങ്ങനെ പറഞ്ഞിട്ട് പോയാൽ ഞാൻ എന്താ വെറുതെ നിൽക്കണോ? ചിത്രഗുപ്തന്റെ കാര്യം എന്താ പറഞ്ഞെന്ന് പറ. അയാള് നിന്നെ പോലെ തന്നെയാ. നാട്ടിലുള്ളവരുടെ ജാതകവും കഥയും അന്വേഷിച്ച് ഇങ്ങനെ വെറുതെ നടക്കും. അതുകൊണ്ട് പറഞ്ഞതാ. എന്താടാ നീ കാണിക്കുന്നത്? അമ്മ, അത് സെക്യൂരിറ്റി ചെക്കാണ്. വെറുതെ ചെക്ക് ചെയ്യിപ്പിച്ചോളൂ. അത് ആദ്യമേ പറയണ്ടേ? ആ ശരി, ചെക്ക്. അല്ല, സാനിറ്റൈസർ വെക്കണ്ടേ? അത് വെച്ചിട്ടില്ലല്ലോ. മേഡം, സാനിറ്റൈസർ ഗേറ്റിന് പുറത്താ ഉള്ളത്. ആണോ? റോഡിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നോക്കിയിട്ടിട്ട് വരുമായിരുന്നല്ലോ. അമ്മ, അതവിടെ വെക്കൂ മേഡം. എന്തിനാ? സാനിറ്റൈസ് ചെയ്തതിന് ശേഷം കൊടുത്തയക്കാം. അയ്യോ അനു, അമ്മ വെറുതെ. ഇതില് വേറെ സാരി മാത്രം ഉള്ളത്. ഇതും സാനിറ്റൈസ് ചെയ്തതിന് ശേഷം തരാം. സൂക്ഷിച്ചു കൊണ്ടുവരണേ. അനു, വലിയ പൂന്തോട്ടവും രാജാവിന്റെ കൊട്ടാരവും ഒക്കെ ഒന്നിച്ച് ചേർത്ത് വെച്ച പോലെ ഉണ്ടല്ലോ. ഈ ഗണേശ് ചതുർത്ഥിയൊക്കെ ഇത്ര ഗ്രാൻഡ് ആയിട്ടാണോ നടത്തുന്നത്? അമ്മ, ഇവിടെ വസിഷ്ഠ ഫാമിലി അവരും ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ആരാ? അവരാര് വേണമെങ്കിലും ആയിക്കോട്ടെ. ദേ ആ ചെടി നോക്കിയേ, എന്ത് രസാ കാണാൻ. അത് എടുത്തോണ്ട് പോയി നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെച്ചാലോ? ചോദിച്ചു നോക്കാല്ലേ? അമ്മ,
അങ്ങനെയൊന്നും ചോദിക്കാൻ നിൽക്കരുത്. ചോദിച്ചേക്കരുത് കേട്ടോ. ആ പോട്ടെ, ചോദിക്കുന്നില്ല. എപ്പോഴും നീയും അച്ഛനും ഒറ്റ കെട്ടാണ്. ഹായ് ആന്റി. ഹായ് അനു. ഹായ് അമ്മു. വാ അങ്ങോട്ട് പോവാം. ഇല്ല, ഇനി എന്തൊക്കെയാ ഉള്ളതെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. നിങ്ങൾ നടന്നോളൂ. ശരി, സൂക്ഷിച്ച്. എവിടെയെങ്കിലും കളഞ്ഞു പോയേക്കരുത്. കളഞ്ഞു പോകാനായിട്ട് ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? ശരി. നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരെ ഫോളോ ചെയ്യും. അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത. ഏട്ടത്തി എന്ന് ഗണേശ ചതുർത്ഥി ദിവസം പറഞ്ഞ കാര്യം സത്യമാണല്ലോ. ഞാൻ അവനെ സ്നേഹിക്കുന്നോണ്ടായിരിക്കും അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നത്. അല്ല, ഞാൻ മാത്രമല്ലല്ലോ, അവനും എന്നെ പോലെ തന്നെയല്ലേ നിൽക്കുന്നേ. എന്ന് വെച്ചാ അവനും എന്നെ ഇഷ്ടമാണെന്നാണോ? മാഡം, മാഡം, എന്നാ പോയാലോ? അനു, നീ പൊയ്ക്കോ, ഞാനിപ്പോ വരാം. പൊയ്ക്കോ, ഞാൻ വേഗം വരാം. കണ്ണചേട്ടാ, നിങ്ങൾ വാ, ഞാൻ വേദാന്തനെ പരിചയപ്പെടുത്തി തരാം. വാ. ഞാൻ ദാ വരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ ആരതിയുടെയും വിക്കിയുടെയും നിശ്ചയത്തെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവരുടെ കല്യാണവും കഴിഞ്ഞു. നമ്മൾ അങ്ങനെ ബന്ധുക്കാരുമായി. എന്ത് ആശ്ചര്യല്ലേ, കാലം എത്ര പെട്ടെന്ന് പോകുന്നേ. കല്യാണക്കാര്യത്തിൽ വേദാന്തിന്റെയും അമ്മുവിന്റെയും താല്പര്യം കൂടുതലായിരുന്നു. ഒരു സമയത്ത് കല്യാണം നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം വരെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കും അതറിയാലോ, എല്ലാവരും ടെൻഷനിലായിരുന്നു. എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. എന്തായാലും എന്ത് സംഭവിക്കണോ അത് തന്നെ നടന്നു. അതാ ഒരു സന്തോഷം. ഈ വർഷം ഞങ്ങളുടെ അമ്മുവിന്റെ കല്യാണം നടത്തണം. മാതാപിതാക്കളുടെ ഒക്കെ സ്വപ്നം ഇത് തന്നെയാണല്ലോ. വേദാന്തിന്റെയും കല്യാണം ഈ വർഷം തന്നെ നടത്തണം. എന്ത് നിന്നാലും വയസ്സങ്ങനെ നിൽക്കൂലല്ലോ. പക്ഷേ എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളാ. എങ്ങനെ? നമ്മുടെ അമ്മു കല്യാണത്തിന് സമ്മതിക്കും, പക്ഷെ നിങ്ങളുടെ മകൻ സമ്മതിക്കില്ലല്ലോ. എനിക്കും ആ ടെൻഷൻ തന്നെ ഉള്ളത്. അതുകൊണ്ട് അമ്മായിമ്മ നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ട്. മന്ത്രങ്ങൾ തുടങ്ങി. ശുഭ സൂചനയാണ്. എന്തായാലും എല്ലാം ദൈവത്തിന്റെ തീരുമാനം പോലെയല്ലേ നടക്കൂ. വരൂ. നമസ്കാരം. സെക്യൂരിറ്റി ഒക്കെ വേണമെന്ന് പറഞ്ഞത് ഞാനാണ്, സമ്മതിച്ചു എന്ന് കരുതിയപ്പോഴും എന്റെ പുറയിൽ എങ്ങനെ നടന്ന എങ്ങനെയാ? എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞല്ലോ. റിലാക്സ്. ഗണേശന്റെ അടുത്തു നിന്നും എല്ലാവരും എന്തൊക്കെയാ പഠിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനുണ്ടല്ലോ, ഒരാളെ എങ്ങനെ രക്ഷിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. എന്റെ തല പോയാലും നിന്റെ തല പോവില്ല. പക്ഷേ നിന്റെ തലയ്ക്ക് ആനയുടെ തല സ്യൂട്ടാകുമോ? നിന്റെ ഒരു കാര്യം തമാശ പറയല്ലേ ആര്യ. നീ എവിടെ പോകുന്നുണ്ടെങ്കിലും എന്റെ കണ്ണെത്തും ദൂരത്ത് തന്നെ ആയിരിക്കണം. ഒരു ആർഗ്യുമെന്റും വേണ്ട. ഓക്കെ ബോസ്, നീ ഉള്ള സ്ഥലത്ത് ഞാൻ ഇടയ്ക്ക് വന്ന് ഹാജരിട്ട് പോയിക്കോളാം.
അങ്ങനെ പോരെ? ഹായ് ഹായ് ഹായ്. ഏയ്, അമ്മ, ഹർഷ, അമ്മായി എല്ലാരും വരുന്നുണ്ട്. അവർക്കൊക്കെ എന്താ വേണ്ടെന്ന് ചോദിച്ചറിയാം. ശരി. ഓ സൂപ്പർ ജയൻ, എനിക്ക് വേണ്ടി തന്നെയാണോ കാത്തിരുന്നത്? അറേഞ്ച്മെന്റ്സ് വളരെ നന്നായിട്ടുണ്ട്. നൈസ്. വരൂ മീരാജി. സോ എനിക്ക് വേണ്ടിയല്ല നിങ്ങൾ വെയിറ്റ് ചെയ്തത്. ആരാ വരുന്നത്? ആരാ സ്പെഷ്യൽ ഗസ്റ്റ്? ആര്യ സാറും ഫാമിലിയാ. ഓ നൈസ്. അതിൽ അവൾ ഇൻക്ലൂഡ് ആയിട്ടില്ലല്ലോ? അവളോ? നെവർ മൈൻഡ്. ഓക്കേ, I'll be inside. ഓരോരുത്തർക്കും അവരുടെ കാര്യമാണ് വലുത്. ദൈവം കാക്കട്ടെ. ഹലോ മിസ്റ്റർ വേദാന്ത്. ഹലോ സർ. എവിടെ? നിങ്ങളുടെ ഫാമിലി ഒന്നും കാണാനില്ലല്ലോ. ആ, ഇപ്പൊ വരും. ഹായ് മീര. ഹായ് സർ. ഹായ് മിസ്റ്റർ വേദാന്ത്. ഹലോ. ഗണേശ ചതുർത്ഥി ആശംസകൾ. താങ്ക് യു സോ മച്ച്. വിഷ് യു ദ സെയിം. ഞങ്ങളുടെ ഭാഗത്തെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പിയോട് പറഞ്ഞിട്ടുണ്ട്. ഐ ഫോളോ അപ്പ് ഓൺ ദാറ്റ്. അതെല്ലാം ഓൾറെഡി അനു ചെയ്തെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.